കേരളം ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റ് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കേരളത്തിൻ്റെ ഒരിഞ്ച് സ്ഥലം പോലും ടൂറിസത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്തതാണ്. എല്ലാ പഞ്ചായത്തും ഇനി എടുത്തു നോക്കുക, എല്ലാ പഞ്ചായത്തിലും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലുണ്ടല്ലോ, ഒറ്റപ്പാല ഭാഗത്തല്ലേ, അവിടെ ഉണ്ട്. ഓരോ സ്ഥലത്തും ഉണ്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. ഒന്നെങ്കിൽ പ്രകൃതി രമണീയമായ സ്ഥലം, അതല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള പ്രത്യേകതയുള്ള സ്ഥലം, അതല്ലെങ്കിൽ ഒരു ബീച്ചിൻ്റെ സാധ്യത, അതല്ലെങ്കിൽ ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ സാധ്യത, അഡ്വഞ്ചറസ് അതല്ലെങ്കിൽ അതെ അഡ്വഞ്ചർ ടൂറിസത്തിന്, അല്ലെങ്കിൽ വെൽനസ് ടൂറിസത്തിൻ്റെ സാധ്യത. കേരളത്തിലെ 1000 കണക്കിന് വരുന്ന ഗ്രാമപഞ്ചായത്തിലും ഒരു ടൂറിസ്റ്റ് സാധ്യതയുണ്ട്. ഈ ടൂറിസ്റ്റ് സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ കേരളത്തിലെ ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അതിന് മാത്രം റിസോഴ്സ് നമുക്കില്ല, അതിന് മാത്രം റവന്യൂ നമുക്കില്ല. കേരളത്തിൻ്റെ പ്രശ്നങ്ങളും പ്രത്യേകതകളും അറിയാലോ. അപ്പോൾ അവിടെ ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്റർ ആവുക, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോടുകൂടി എങ്ങനെ ഇടപെടാൻ പറ്റും പരിശോധിക്കുക. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം 5 സ്റ്റാർ ഹോട്ടൽസ് ഉള്ളത് കേരളത്തിലാണ്. ഉദുമ എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്തിൽ മാത്രം 3 5 സ്റ്റാർ ഹോട്ടൽസാണ്. ഒക്കെ ഗവൺമെൻറ് സ്ഥലം കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആണ് മൂന്നാമത്തെ 5 സ്റ്റാർ ഹോട്ടൽ അവിടെ ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഞാനിത് പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചില്ല. അപ്പോൾ വന്ന 2 5 സ്റ്റാർ ഹോട്ടൽസും ക്ലിക്കായി, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നത്. അപ്പോൾ 5 സ്റ്റാർ ഹോട്ടൽസ് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ചെറിയ റൂം റെൻറ്റ് കിട്ടുന്ന PWD റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ആരംഭിച്ചു. 32 കോടി അധികം വരുമാനം കിട്ടി. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ടൂറിസം ഉണ്ട്. അതിനെ നമുക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണം.